ഹലോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചാനലിൽ കുറേ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് പിന്നെ ചെയ്തില്ല. നമ്മൾ ഓരോ പ്രാവശ്യം വീഡിയോ ചെയ്യാൻ വരുന്ന സമയത്ത് പറയും ഇനി തുടർച്ചയായിട്ട് വീഡിയോസ് ഉണ്ടാവും പറയും, പക്ഷെ കംപ്ലീറ്റ് ചെയ്യില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ അല്ലേ? പക്ഷെ എന്തായാലും നമുക്ക് ഞങ്ങളെ ഓൾറെഡി അറിയാലോ, രണ്ടുപേരും കൂടി ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് പേര് വീണ്ടും വേണമെന്ന് പറയാറുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസിന് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടൊക്കെ കുറേ ആയി. അപ്പൊ അങ്ങനെ തോന്നി ഇന്നൊരു വീഡിയോ ചെയ്യാൻ തോന്നി, അങ്ങനെ വീഡിയോ ചെയ്യാൻ വന്നതാണ്. പ്രത്യേകിച്ചൊരു ടോപ്പിക് ഉണ്ടായിട്ടില്ല, പക്ഷെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അല്ലേ, ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളും ചില പ്രവണതകളും ചർച്ച ചെയ്യണം. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അധികം തോന്നില്ല, ഇത് അടുത്ത ഫെബ്രുവരിയിൽ ബിഗ് ബോസ് വരികയാണെന്നുള്ളൊരു ന്യൂസ് കേട്ടു. എത്രത്തോളം എന്തേ ഉറക്കം? അയ്യോ, ഇപ്രാവശ്യം ബിഗ് ബോസ് അത് ഭയങ്കരമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. പക്ഷെ നമ്മളത് ആ ഒരു പ്രോഗ്രാം കണ്ട് എൻജോയ് ചെയ്ത് പറയുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ആ ഒരു ഫ്ലോയിലാണ്ട് പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു അവസാനത്തെ സിറ്റുവേഷനൊക്കെ എത്തിയപ്പോൾ ഏകദേശം എനിക്കും തോന്നിപ്പോയി ഒരു റെസ്റ്റ് വേണമെന്ന്. കാരണം ഏകദേശം 100 ദിവസം ഉറക്കുക. കാരണം ഇവര് 2:30 കിടന്നുറങ്ങുക. ഇവര് 2:30 കിടന്നുറങ്ങിയതിന് ശേഷമല്ലേ നമുക്ക് വീഡിയോ ചെയ്തിട്ട് കിടക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും കേസ് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ തോന്നുന്നു, അങ്ങനെ വിചാരിച്ച് കിടക്കൂല അല്ലേ? ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു. ഞങ്ങളൊന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ, സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ആലോചിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവളോട് ഞങ്ങൾ കൂടി പറയാനുള്ള കാരണം എന്താ അറിയും? നമ്മൾ ബിഗ് ബോസിൽ ഇപ്രാവശ്യത്തെ വിന്നറായിട്ട് അനുമോളെ കണ്ടു അല്ലേ? അനുമോള് വിന്നറായി, അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായി, ഷാനവാസ് സെക്കൻഡായി, തേർഡ് നെവിൻ അല്ലേ, അക്ബർ, ആദില, നൂറ, അങ്ങനെ പോകുന്ന കാലത്തേക്ക്. കഴിഞ്ഞ ബിഗ് ബോസിൽ ഇത് ഈ വീഡിയോ ചെയ്യാണ്ടായ മെയിൻ റീസൺ ആണ്, കഴിഞ്ഞ ബിഗ് ബോസിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരാളെ നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ടില്ല അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ബിഗ് ബോസിൽ ഒരാളെ നമ്മൾ പല ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് അനുമോളം ഇഷ്ടം ഉണ്ടായിരിക്കാം. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് എങ്ങനെ വെച്ചാൽ ലാസ്റ്റ് ആയപ്പോഴേക്ക് പിന്നെയും അനീഷിനെ എന്ന് പറയും, പക്ഷെ പിന്നെ അനീഷ അല്ലെങ്കിൽ നെവിനെ എന്ന് പറയും ചെറുതായിട്ട്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഒരാൾ മാത്രം റൂൾ ചെയ്തിട്ടുള്ള ഒരു ബിഗ് ബോസ് ആയിരുന്നില്ല. അവസാനം വരെ ആരാണ് വിജയിയാവുക എന്നുള്ള കണ്ടീഷനിൽ പോയിരുന്നിരുന്നു അല്ലെ? അറ്റ്ലീസ്റ്റ് അനീഷും അനുമോളും തമ്മിൽ അത് ഈ പ്രാവശ്യത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു കേട്ടോ. കാരണം ആരാന്നൊരു കൺഫ്യൂഷൻ തന്നെയായിരുന്നു. ആരെയും നമുക്ക് അങ്ങോട്ട് അകമഴിഞ്ഞങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലെ? ഈ ഒരു ഇതിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ പഴയ ബിഗ് ബോസുകളുടെയും അതിലുള്ള കണ്ടസ്റ്റൻസിന്റെ ഒക്കെ റെഫറൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു പേര് ഇപ്പോൾ മറക്കാതിരിക്കാൻ, ഇപ്പം നമുക്ക് തന്നെ ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ള ഒരു പേരാണ്. എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തുടങ്ങാൻ തന്നെ റീസൺ എന്ന് പറയാം. എനിക്കൊന്നും ഞാൻ ആദ്യം തന്നെ റിയാക്ഷൻ വീഡിയോ ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ചെയ്ത് തുടങ്ങിയത് തന്നെ ഒരു വ്യക്തിയാണ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. കുറേ കാലമായി ചാനലിൽ ഡോക്ടറെ കുറിച്ച് ഒരുപാട് കാലമായി. ഞങ്ങളെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, പണ്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം റോബിനെ കുറിച്ച് തന്നെയായിരുന്നു വീഡിയോസ്. കാരണം അന്ന് അതൊന്നും ഇപ്പൊ ഇല്ല, അങ്ങനത്തെ ആളൊന്നും ഇല്ല ഇപ്പൊ. കാരണം റോബിന്റെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരാളും പിന്നെ ബിഗ് ബോസിൽ വന്നിട്ടില്ല തന്നെ പറയാം. ഇത് ഞാൻ ഈ കഴിഞ്ഞ സീസൺ ചെയ്ത സമയത്ത് ഇങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. അഖിൽമാരാറുണ്ടായിരുന്നു, പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട്. അഖിൽമാരാറിന്റെ സീസണിൽ അഖിൽമാരാറായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, മാരാറേ ഉള്ളൂ. പക്ഷെ റോബിന്റെ സീസണിൽ ഉണ്ടല്ലോ, റോബിൻ ഭയങ്കരമായിട്ട് ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടി റോബിന് കുറെ ഇതുണ്ടായിരുന്നു, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതായത് മറ്റേ ബ്ലസ്ലി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും അത് എല്ലാവരും, അയ്യോ റിയാസ്, ഇവരൊക്കെ ഭയങ്കര മത്സരമായിരുന്നു അതിന്റെ ഉള്ളില്. മാത്രമല്ല റോബിൻ അപ്പോഴും എല്ലാരേക്കാൾ കുറെ മുമ്പിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മിസ്റ്റേക്കിന്റെ മുകളിൽ പോയതും അതൊക്കെ ഭയങ്കര പറയണ്ട, അതൊക്കെ മറക്കാൻ പറ്റാത്ത കുറെ സംഭവങ്ങളായിരുന്നു. അത് ഞങ്ങൾ ഇന്ന് ഓർമ്മിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറെ ദിവസത്തിന് ശേഷം വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാണ്ടായ റീസൺ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു സംഭവം. അതായത് ഞാൻ ഇൻസ്റ്റ നോക്കിയ സമയത്ത് ഡോക്ടറെ സ്റ്റോറി നോക്കിയപ്പോൾ കണ്ടതാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ മൈൽ സ്റ്റോൺ എൻ്റർടൈൻമെൻറ്റ് അവാർഡ്സ് മോസ്റ്റ് സെൻസേഷണൽ കപ്പിൾ എന്നും പറഞ്ഞിട്ട് റോബിനും ആരതിപ്പൊടിക്കും കിട്ടി, ഡോക്ടർ റോബിനും ആരതിപ്പൊടിക്കും കിട്ടി. അപ്പോൾ ഇത് കണ്ട സമയത്ത് അപ്പോൾ നമുക്ക് പഴയ ഓർമ്മകളൊക്കെ, അപ്പോൾ ഞാൻ വിധുവിനോട് വിളിച്ചിട്ടുണ്ട്, ഈ കണ്ടോ സ്റ്റോറി കണ്ടോ, നമുക്ക് 2 വാക്ക് എന്തായാലും സംസാരിക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതായത് ചോദിക്കുന്നത്, പണ്ട് ഞങ്ങളെ വീഡിയോസ് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ റീകോൾ ചെയ്യാൻ പറ്റും. ഡോക്ടർ റോബിനിൽ തുടങ്ങി
പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും ഇൻ്റർവ്യൂസ്. ഇത് ഓർമ്മല്ലേ? അപ്പം ഞങ്ങൾ 8 വർഷത്തോളം പ്രേമിച്ചിരുന്ന ആഴ്ച. അപ്പം നമ്മളെന്താ വെച്ചാൽ ഞങ്ങൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ നമ്മളൊക്കെ ഇത്രയൊക്കെ ആയെങ്കിലും പണ്ടത്തെ നമ്മളെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെ കപ്പിൾസിനെയൊക്കെ കാണുന്ന സമയത്താണല്ലോ അന്ന് ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നതും സംസാരിച്ചിരുന്നതും ഇവരുടെ രണ്ടാളുടെയാണ്. പിന്നീട് എന്താ വെച്ചാൽ പിന്നെ സിറ്റുവേഷൻ മാറി, സീസൺ മാറി, പുതിയ ആൾക്കാരെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സീസൺ കഴിഞ്ഞ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ പുതിയ കണ്ടസ്റ്റൻസ് വരും, ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു സീസൺ അനുസരിച്ച് വരും. പിന്നെ ബിഗ് ബോസ് ആണല്ലോ നമ്മൾ റിവ്യൂ ചെയ്ത് പോകുന്നത്. അങ്ങനെ പോകെ സോഷ്യൽ മീഡിയ തന്നെ കംപ്ലീറ്റ് മാറി മറിഞ്ഞ സമയത്ത് ഇപ്പം ഞാനാണെങ്കിലും പഠിച്ചില്ല, ആ സമയത്തൊന്നും ഈ പിന്നെ അങ്ങനെ കോണ്ടന്റ് വന്നിട്ടില്ല. ഞാനാണെങ്കിലും നമുക്കെന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ അവിടെ ഒരു സെറ്റ് ബാക്ക് എന്നല്ല പറയുന്നത്, നമുക്ക് ഈ ഒരു കാര്യം എപ്പോഴെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ റോബിനെ പറ്റി എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് കിട്ടിയിരുന്നു, ഓർമ്മയില്ലേ? അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തതിനെക്കുറിച്ച് വീഡിയോസ് ഇട്ടിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു വേർഡാണ് അല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്ന ഒരു വേർഡാണ് അന്തം എന്ന് പറയും. റോബിന്റെ അന്തം ഫാൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഉപയോഗിച്ചിരുന്ന ഒരു വേർഡാണ് റോബിന്റെ അന്തം ഫാൻസ്. പക്ഷേ ഇതിപ്പോ പറഞ്ഞു വരാനുള്ള മെയിൻ റീസൺ എന്താണെന്നറിയോ? ഇപ്പൊ ഈ പി ആർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അന്ന് ശരിക്കും റിയൽ ആയിട്ട് PR എന്ന് പറഞ്ഞ സംഭവം അല്ലാതെ ശരിക്കും ഒരാളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക, ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ തെളിവാട്ടോ ഞങ്ങൾക്ക്, കാരണം ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന കാരണം എത്ര അമ്മമാരും എത്ര ചേച്ചിമാരും മെസ്സേജ് അയക്കാന്നറിയോ, നിങ്ങൾ വിളിച്ച് സംസാരിക്കും, നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ അത് റോബിനെ പറ്റി പറയണം. കാരണം ഏതൊക്കെയോ എവിടേക്കോ നാട്ടിലുള്ള കുറേ അമ്മമാരും. അപ്പൊ ആ ഒരു സീസണിലാണ് ഞാൻ പറയാ ഒരു വിധത്തിലും PR അല്ലാണ്ട് ശരിക്കും ഫാൻസ് പറഞ്ഞാൽ റോബിനെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് നടക്കുന്ന ആൾക്കാര് പേര് എടുത്ത് പറയുന്നില്ല, PR അല്ല. പല ആൾക്കാരും പറയുന്നുണ്ട് ഇത് ഇന്ന കാരണം കൊണ്ടാണ്, അത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ഞങ്ങൾ സീരിയൽ കാണുന്നവരാണ്, സോറി കേട്ടോ ആളെ പേര് പറയണമെങ്കിൽ വിചാരിക്കരുത്, സ്റ്റാർ മാജിക് ഫാൻസ് ആണ് എന്നൊക്കെ പറയുമെങ്കിലും ഇതിൻ്റെയൊക്കെ എത്രയോ മുകളിൽ നിന്നിരുന്ന സംഭവമായിരുന്നു റോബിൻ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരായിട്ടൊരു കണക്ഷൻ. ഇത് എന്താ പറയുക, ഇത് ഒക്കെ ഓർമ്മ ഉണ്ടോ? വിളിച്ചവരൊക്കെ ഉണ്ട് കൂടെ. ഞാൻ ഈ മണിക്കൂറുകളോളം മുറ്റത്ത് കിടന്നിട്ട് അന്നെന്താ വെച്ചാൽ ഞാനന്ന് ലീവൊക്കെ മണിക്കൂറുകളോളം മുറ്റത്തൊക്കെ നടന്ന് ഇങ്ങനെ ഫോൺ ചെയ്യും. കാരണം വെച്ചാൽ റോബിൻ്റെ ചില ഇതൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും വിളിച്ച് ചോദിക്കും നമ്മളെ ഈ എന്താ ഒരു വിവരം എന്തെങ്കിലും കിട്ടും. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പം ഇന്ന് എടുത്ത് പറയാനുള്ള കാരണം വെച്ചാൽ അന്ന് ഈ അന്തങ്ങൾ എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു, നമ്മൾ മാത്രമല്ല എല്ലാവരും പറഞ്ഞിരുന്നു ഈ അന്തങ്ങൾ സത്യം പറഞ്ഞാൽ അതായിരുന്നു അതിന്റെ വില എന്താ പറയുക വാല്യൂ മനസ്സിലാവുന്നത്. ഈ ആ അന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഫാൻസ് ആയിരുന്നു, ഫാമിലി ആയിരുന്നു, ഡോക്ടർ റോബിനെ സ്നേഹിച്ചവരായിരുന്നു. മനസ്സിലായോ? അതാണ് പഴയ ആ ഒരു സീസണും പിന്നെ ഇന്ന് ഉണ്ടായിട്ടുള്ള ഓളം തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ ഈ സീസണിൽ ഒരു കണ്ടസ്റ്റന്റ് മാത്രം പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാൻ പറയാം അനുമോളെ പറയാം അല്ലെങ്കിൽ അനീഷ്, എല്ലാവരെയും ഒരുപോലെ തന്നെ പറയാം കേട്ടോ. ഒരുപോലെ ആ ഒരു എല്ലാവരെയും വെച്ച് നോക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് പഴയ സീസണേയും ആ പഴയ സീസണിലുള്ള ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തിരുന്നത്. ഇത് നമ്മൾ എപ്പോഴെങ്കിലും വളരെ കൃത്യമായിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ അത് ഇന്നിപ്പോൾ ഈ ഒരു പോസ്റ്റ് കണ്ട സമയത്ത് അല്ലേ, കണ്ട സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് മൂപ്പര് എവിടെ ഇല്ല അല്ലേ. പിന്നെ എന്താന്ന് വെച്ചാൽ റോബിന്റെ കാരണം ഡോക്ടറുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ ഡോക്ടറെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴും അന്നത്തെ അതേപോലെ എല്ലാവരോടും ബിഹേവ് ചെയ്യണതും അല്ലേ, ഇപ്പോഴും അതേപോലെ ബിഹേവ് ചെയ്യണോ, അതേപോലെ ഒരു എന്താ പറയാ അന്നും അതെ കേട്ടോ. പുറത്തിറങ്ങിയപ്പോ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴാണെങ്കിലും ഇപ്പോഴും അതേ ഒരേ ഇതിൽ നിൽക്കുന്ന ഒരാളാണ് ശരിക്കും. പണ്ടത്തെ കേസിൽ ഇപ്പൊ 4 ദിവസം 5 ദിവസം ഞാൻ ആരെയും പേര് പറയില്ല കൊണ്ടിട്ട് എന്റെ മനസ്സിലുണ്ട് ഒരു 10 ദിവസം 20 ദിവസമൊക്കെ ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ജാട കാണിക്കുന്ന ഒരുപാട് പേരുള്ളടത്ത് ഇപ്പൊ ഞാനിപ്പോ ഒന്ന് വെറുതെ ഇതിന്റെ ഇത് എടുത്ത് നോക്കി, ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ഫൈസൽ മലബാറിന്റെ ആ ഒരു വെഡിങ് റിസപ്ഷന് പോകുമ്പോൾ ഓരോരുത്തരെ കാണുന്ന സമയത്തും ആ ഒരു എന്താ പറയാ എളിമ, അതൊരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള നേച്ചർ, അതൊരിക്കലും ആൾക്കാർ മറക്കില്ല. ഇത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത് പറയാനുള്ള റീസൺ എന്താണ്, ഈ ഫാൻസുകളും ഈ ഫാൻസ് ഇന്ന് കണ്ടിട്ടുള്ള ഈ സീസണിലെ ആൾക്കാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ദി സോ കോൾഡ് ആർമി അല്ലേ, ആർമികളും പഴയ ആ ഒരു 4th സീസണിൽ റോബിൻ ഉണ്ടാക്കിയിട്ടുള്ള ഓളം ആ ഫാമിലി, ആർമി അല്ല ഡോക്ടർ റോബിൻ ഫാമിലി, ഡോക്ടർ റോബിൻ ഫാമിലി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ആ ഒരു ഡിഫറൻസ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് ഞങ്ങൾ പറയുന്ന സമയത്ത് ഒരു പക്ഷെ ചിലപ്പോൾ
ഇതിലും ചിലപ്പോൾ വിമർശനങ്ങളും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾക്കും പല സമയത്ത് സോഷ്യൽ മീഡിയയാണ്, പല കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ റിയാക്ഷൻ വീഡിയോസ് കാണുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് വിമർശിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും തുടരുന്ന ചെയ്യും കേട്ടോ, തുടരുന്നതല്ല. പക്ഷെ ഇത് മെയിനായിട്ട് പറയാനുള്ള കാരണം ഇതാണ്, ആ ഒരു ഉണ്ടാക്കിയിട്ടുള്ള അന്നൊക്കെ റോബിന് അത് അവിടുന്ന് പുറത്താക്കിയതിന് ശേഷം എയർപോർട്ടിൽ വന്നപ്പോഴുള്ള സ്വീകരണം ഒന്നും ആരും കൊണ്ട് നിർത്തിയതൊന്നല്ലായിരുന്നു. അതൊക്കെ നമുക്ക് റിയൽ ആയിട്ട് അറിയണ കാര്യം കേട്ടോ. ആരും കൊണ്ട് നിർത്തിയൊന്നല്ല. അവിടെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്നവരെല്ലാരും മൊത്തം വന്നിട്ട് സത്യത്തിൽ അന്ന് റോബിനും ഞെട്ടി, എല്ലാവരും ഞെട്ടി. ഇതിപ്പോ അങ്ങനെയല്ല, ഇതിപ്പോ വരുന്നവർക്കും അറിയാം. കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഞങ്ങൾ പറയേണ്ട കേസ് ഇത് ഇവരെ വീട്ടുകാരനെ ഫുൾ സെറ്റപ്പ് ആക്കി, കുറെ അവരുടെ ആൾക്കാർ സെറ്റപ്പ് ആക്കി, അങ്ങനെയൊന്നും അല്ലായിരുന്നു. അത് വേറെ തന്നെ, അത് അറിയുന്നവർക്ക് അറിയാം കേട്ടോ ശരിക്കും. അപ്പൊ ഞാൻ പറയാ, ആ ഒരു ഓളൊന്നും ഇപ്പൊ ആരും ഉണ്ടാക്കിയിട്ടില്ല. മാത്രല്ല ഇപ്പോഴും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒന്ന് വിട്ടു നിന്നു തോന്നുന്നു. ഡോക്ടർ ഒന്നും സോഷ്യൽ, പക്ഷെ എന്നാലും അതേപോലെ തന്നെ ബ്രാൻഡിങ് പാർട്ട്ണറോ അങ്ങനെ എന്തൊക്കെയായിട്ട് പരിപാടിയായിട്ട് പോകുന്നുണ്ടോ തോന്നുന്നുണ്ട്. എന്തായാലും പറഞ്ഞ് ഓർത്ത സമയത്ത് ഒരു പറയണം തോന്നി. അപ്പൊ അതിന് ഇന്നെന്താ വെച്ചാൽ വളരെ പോസിറ്റീവായിട്ട് ഇപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ ഞാൻ പണ്ട് തന്നെ പറഞ്ഞൊരു കേസുണ്ട്. ഈ ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പോസിറ്റിവിറ്റി ആയിരുന്നു അല്ലേ. ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എല്ലാവരും തന്നെ പറയും ഡോക്ടറെ കുറിച്ച് കേൾക്കാനും ഡോക്ടർ റോബിനെ കുറിച്ച് പറയാനും പോസിറ്റീവ് ആണെങ്കിൽ അതേപോലെയാണ് എൻ്റെ വീഡിയോസ് അറിയുന്നത്. നമ്മളെ വീഡിയോസ് അന്ന് കണ്ടിരുന്നത് ഒരു പോസിറ്റീവ് വൈബ് കിട്ടും. പഴയ ആൾക്കാരും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്ഥിരമായിട്ട് പറയുന്ന അപ്പൊ ഞാൻ ഈ ഒരു സാധനം തന്നെ പിന്നെ കീപ് സ്മൈലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ എൻഡ് ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടിൽ നടന്നിരുന്ന ഒരു സംഭവം ഇന്നിപ്പോ ഞങ്ങൾ ഈ ഒരു ചാനലിലെ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവള് കൊണ്ടു നടക്കും തന്നെയാണ് കേട്ടോ. ഇത് ഇരിക്കുന്ന ആള് കൊണ്ടുപോകും എന്നുള്ള കണ്ടീഷൻ തന്നെ വരുന്നത്. അത് വെച്ചാൽ എല്ലാ കേസും നെഗറ്റീവ് ഇപ്പം ഈ സോ കോൾഡ് നമ്മളിപ്പോൾ കാണുന്നത് സോ കോൾഡ് റിയാക്ഷനായിട്ട് പോകാനുള്ള പരിപാടിയില്ല. ഞാനും കൂടി ഉൾപ്പെട്ടിട്ടുള്ള റിയാക്ഷൻ വീഡിയോസുകാർ ഉൾപ്പെടുന്ന പരിപാടികൾ റിയാക്ഷനായിട്ട് പോകുന്നില്ല. പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് വരിക. പോസിറ്റീവ് എന്നാൽ കുറച്ചൊരു ഒരാളെ ഇപ്പം ഞങ്ങൾ തമ്മിൽ ഡിഫറൻസ് എവിടെ വെച്ചാൽ അപ്പുറത്തെ ഒരാൾ ഇപ്പോൾ ക്യാമറയുടെ പുറകിൽ നമ്മൾ ആരെ കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തി പുറകിലുണ്ടെന്ന് ചിന്തിക്കുന്ന ആളാണ് ഉള്ളത്. അപ്പോൾ ഉള്ള വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. അപ്പം അങ്ങനെ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് തുടങ്ങണം എന്നുള്ള കണ്ടീഷനിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു യൂട്യൂബ് ജേർണിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് സമയം ചെലവഴിച്ചിട്ടുള്ള അല്ലെ പോസിറ്റീവായിട്ട് കണ്ടിട്ടുള്ളൊരു വ്യക്തി ഡെഫിനറ്റ്ലി ഡോക്ടർ. ഞാൻ ഏറ്റവും കൂടുതൽ ആർക്ക് വേണ്ടിയാണോ യൂട്യൂബിൽ വന്നിരുന്ന് സംസാരിച്ചിട്ടുള്ളത് ഡോക്ടർക്ക് വേണ്ടിയാണ്. കാരണം അന്ന് അങ്ങനെ ആയിരുന്നു. നമ്മൾ ആർക്കും സംസാരിച്ചിട്ടില്ല. അത് അന്നൊക്കെ എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു ഭ്രാന്തായിരുന്നു. അയ്യോ ഡോക്ടർ ഔട്ടാവും, ഡോക്ടർ ഇതായി പ്രശ്നങ്ങളായി പുറത്ത് വന്നിട്ട് അന്ന് എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ആൾക്കാർക്ക് അത് അറിയില്ല. ഒരു പക്ഷെ ചിലപ്പോൾ ഈ കട്ടും ഇതും കാണുന്ന പോലെ ആയിരുന്നില്ല. അത് കുറെ പേർക്ക് അറിയാം, ഈ വൃത്തിയായിട്ടുള്ളവർക്ക് അറിയാം. യെസ്, അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് വീഡിയോ വെച്ചിട്ട് ചാനലിൽ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള പരിപാടിയാണ്. നീ പോസിറ്റീവ് എന്നും പറഞ്ഞിട്ട് നാളെ നെഗറ്റീവ് കോണ്ടന്റും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞു വന്നെന്താ വെച്ചാല് ഇന്ന് കുറെ പേര് ഉണ്ടാക്കിയെടുത്ത കുറെ ഫാൻസ് സംഭവങ്ങളും ഉണ്ട്. PR അത് ഇത് പറഞ്ഞിട്ട് ഒരുവിധം എല്ലാവരും ഇതൊന്നും അല്ലാണ്ട് ഒറ്റയ്ക്ക് അവിടെ വന്ന ഒരു മനുഷ്യന് ഡോക്ടർ അറിയില്ലായിരുന്നു. ആ കോമണർ അല്ല, പക്ഷെ കോമണർ ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾക്കൊക്കെ ഞാൻ കണ്ടിട്ട് നമ്മൾ ആരും കണ്ടിട്ടേ ഇല്ലാത്ത ഒരാൾ വന്ന് കയറുന്നു. അയാളുടെ കഴിവ് കൊണ്ട് അതിൽ നിന്ന് ആൾക്കാരുടെ മനസ്സിൽ കയറി പറ്റണു. അങ്ങനെ ആൾക്കാരെ കൊണ്ട് അംഗീകരിപ്പിക്കണം, ആൾക്കാരെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിക്കണം. അപ്പൊ അതൊരു വേറൊരു ലെവൽ, വേറെ സംഭവം. പക്ഷെ അത് ശരിക്കും അഖിൽമാരാർ ഇപ്പൊ അടുത്ത് പറഞ്ഞു റോബിനെ പറ്റിയിട്ട് പറഞ്ഞു, ഡോക്ടറെ പറ്റി പറഞ്ഞു. അല്ല ശരിക്കും ഡോക്ടർ റോബിനാണ് ഒരു കോമണർ. അതെ, ഇന്നിപ്പോ അനീഷിന്റെ കേസ് പറഞ്ഞില്ലേ, അനീഷ് ഇപ്പൊ യൂട്യൂബ് 5 വർഷം പ്രിപ്പയർ ചെയ്തെന്നൊക്കെ പറഞ്ഞു. ആ ഒരു കണ്ടീഷനിൽ വന്ന വ്യക്തിയാണ് അന്ന്. അതെ, യെസ്. അപ്പൊ വേറൊന്നുമില്ല, പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. പോസിറ്റീവ് എന്ന് വിചാരിക്കുന്നുണ്ട്. അതല്ല ഇനി വേറെ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോ. അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് 3ാമത്തെ ചാനലാണ്, കൺഫ്യൂഷൻ അടിക്കേണ്ട. കോപ്രോ മച്ചാൻ പ്ലസ് എന്നാണ് ഇതിന്റെ പേര്. സത്യത്തിൽ ഇതിന്റെ പേര് വേറെ ഇവളുടെ പേരായിരുന്നു. ഞാൻ നമ്മളൊരു ചാനൽ തുടങ്ങുന്നത് ഇവിടെ ഏറ്റെടുക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ പേര് പ്ലസും മൈനസും ഇട്ടിട്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും. എനിക്ക് മൈനസ് ഇടാൻ വയ്യ. അതുകൊണ്ട് ഇനിയിപ്പോൾ പേര് പിന്നെ ഇപ്പോൾ റെഗുലർ ആയതിനു ശേഷം അപ്പം ആലോചിക്കാം. അപ്പോൾ 3ാമത്തെ ചാനലാണ്. ചാനൽ നിങ്ങൾ കാണുന്നവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഹൈപ്പിൻ്റെ ഓപ്ഷൻ കാണുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.